ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആണുങ്ങൾ എത്ര ടെൻഷനാണ് ഈ ജോലി. ഒരു മാസം കഴിഞ്ഞ് സാലറി കിട്ടുമ്പോൾ മക്കളുടെ സ്കൂൾ പ്രവേശനത്തിന് അപ്പുറത്തുനിന്ന് കടം വാങ്ങി ചെയ്തത് വീട്ടാനേ ഉള്ളൂ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇന്ന് ചിക്കനില്ലേ, ഇത് മട്ടണില്ലേ, ബീഫില്ലേ എന്നൊന്നും പറയണ്ട. നിങ്ങളാണ് ഏറ്റവും കരുത്തു കൊടുക്കേണ്ടത്. ഭർത്താവ് വിഷമിച്ച് വല്ലാതെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ വിയർത്തു കുളിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം നോക്കുന്നത് മൂപ്പരെ കയ്യിൽ എന്താ ഉള്ളത് എന്നല്ല നോക്കേണ്ടത്, മൂപ്പരെ മുഖത്തേക്കാ നോക്കേണ്ടത്. എന്നിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി നന്നായി സംസാരിച്ച്, എന്താ നിങ്ങൾക്ക് പ്രശ്നം, എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജോലിയൊക്കെ ഓക്കെ അല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ കട്ടക്കൃത്യങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഈ ഒരു കോൺഫിഡൻസ് ഭർത്താവിന് കൊടുക്കണം. അത് വല്ലാത്തൊരു ഊർജ്ജാണ്. ഇത് വൈകുന്നേരം വരുന്ന സമയത്ത് കോളിംഗ് ബെല്ല് കേട്ട് കഴിഞ്ഞാൽ നേരെ കൊലൈമക്ക് വന്നിട്ട് വ്യാപ്പിലെ കൈമക്ക് പറഞ്ഞ സാധനം കൊണ്ട് കയറിയാൽ മതി. അടുക്കളയെ കൊണ്ടുവന്ന് ചെരിഞ്ഞ് പറഞ്ഞ സാധനം ഓർലിക്സ് പറഞ്ഞിട്ട് ഒരു കൊല്ലായി തലേന്നേക്ക് തീർന്നുണ്ടാവുക. എന്നാലും പറയും ഒരു കൊല്ലായി ഓർലിക്സ് തീർന്നിട്ട് ഇതുവരെ എങ്ങളോട് പറയുന്നല്ലോ, അല്ല പള്ളിക്കാട്ടുക്ക് ചെല്ലാൻ പറഞ്ഞ മാതിരി ഒരു റെസ്പോൺസ് റീപ്ലൈ ഇല്ല. ഇങ്ങനത്തെ ഡയലോഗ് നിങ്ങളെ കെട്ടുന്നതിന് പകരം വേറെ ഒരുത്തനെ കെട്ടിയാൽ മതി. ഭയങ്കര പ്രപ്പോസൽസ് എനിക്ക് വന്നിരുന്നു. പിന്നെ നിങ്ങൾ കണ്ണ് കാണിക്കൽ കണ്ടപ്പോൾ ഞാനൊരു വീണ് പോയതാണ്. നിങ്ങളെക്കാണ് നല്ല ഭർത്താവ് മറ്റവനാണ്, നിങ്ങൾ ജ്യേഷ്ഠൻ എന്തൊരു നല്ല ഭർത്താവാണ്, നിങ്ങളെ പുതിയാപ്പിള എന്തൊരു നല്ല ആളാണ്. ഭർത്താവ് ഒഴികെ ലോകത്തെ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് നല്ലപോലെയായിരിക്കും, പുതിയാപ്പിള മാത്രം ഏറ്റവും ലോക്കൽ. ഇങ്ങനെയാവാൻ പാടില്ല. ഈ ഒരു കമ്പയറിംഗ് ലോകത്തെ എല്ലാ ഭാര്യമാർക്കും എന്ന് ഞാൻ പറയുന്നില്ല, പലരും അങ്ങനെ കമ്പയർ ചെയ്യുന്ന സ്വഭാവം.